ഉണ്ടാക്കിയൊരു വ്യക്തിയാണ് എൻ്റെ സ്വന്തം അമ്മായി. വലിയ കോഴി കഷ്ടമൊക്കെ ഇട്ടിരിക്കുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ഈദ് വ്ളോഗ് ആട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ കുളിച്ചും കാഞ്ഞ് മാറ്റാൻ വേണ്ടി റൂമിലേക്ക് വന്നതാണ്. സോ റൂമിലേക്ക് വന്നപ്പോൾ ഉള്ള കോലം കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതാക്കുന്ന ഒരുത്തിന് ഇവിടുന്ന് നിസ്കരിക്കുന്നുണ്ട്, അതുപോലെ ഇവിടുന്ന് ഒരുത്തിന് നിസ്കരിക്കുന്നുണ്ട്. സുബഹി നിസ്കാരം കേട്ടോ. ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ കുളിച്ച് മാറ്റി നിസ്കരിച്ചിട്ട് വേണം പള്ളിക്ക് പോകാൻ. അവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട് ഗൈസ്. 5 മണി ആയിരിക്കുന്നു. അപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് പോകാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ മാറ്റി ഞാൻ ഇങ്ങനെ പോകുന്ന 5:30 നിസ്കാരം. അപ്പോൾ അവിടുന്ന് മാറ്റി നേരം വെളുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഷോപ്പിൽ പോയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. അവിടെ പോയിട്ട് പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ പള്ളിക്ക് പോവുക. നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരുത്തൻ പാല് പായിരുന്നു. പാലക്കാട് ബട്ടറാണ് ഗൈസ്. ഇവിടെ ഒരുത്തൻ ക്ലീൻ ആക്കുന്നു. അർജൻ ഇങ്ങോട്ട് തലാണിക്ക് പോടാന്നോ. ഇനി പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? രാവിലെ തന്നെ പെരുന്നാളിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഗൈസ്. അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. തൊട്ടപ്പുറത്ത് തന്നെ നമ്മളെ അയൽവാസിയായ ഖാലിദ് ഉണ്ട്. അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്. अस्सलाम वालेकुम ഖാലിദ്, ईद मुबारक. हमारे दोस्त किधर है? पागल. ഇത് ഈ സലൂണിന്റെ മുതലാളി കേട്ടോ ഗൈസ്. സലൂണിന്റെ അർബാബ്. ഈദ് മുബാറക്, ഈദ് മുബാറക് അർബാബ്. ഇത് അതിന് മാഫി അവൽ ആദ്യം സലസ ബാദിൻ കറാക്ക് ഗൈസ്. ഈ സലൂണിൽ നമ്മളെ ദോസ്ത് എന്ന് പറയുന്നത് ഇതാട്ടോ. നമ്മളെ മെയിൻ ആളാട്ടോ. നമ്മളെ മുടി ഇടിക്കുന്ന മെയിൻ അഹമ്മദ്. ഇവിടെ ആൾക്കാരൊക്കെ ഗൈസ് പള്ളിക്ക് പോയി തുടങ്ങിട്ടോ. 5 മണി ആയിട്ടല്ലേ. അപ്പോൾ പള്ളി പോകുന്നത് കാണിച്ചത് ഗൈസ്. ഇത് നമ്മളെ ഷോപ്പിലുള്ള മറ്റൊരു വ്യക്തിയാണ്. ഫോട്ടോ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ ഗൈസ് മൂപ്പരെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവനെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മളെ പിന്നെന്താ ബാർബർ ഷോപ്പിലുള്ള അടുത്ത സുഹൃത്താണ് കേട്ടോ. ഇവരെ നമുക്ക് ഉസ്മാൻ പേരറിയാം, അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചതാണ് ഗൈസ്. ഇവിടെ ഇപ്പം ഞാൻ കുറേ നേരം ഇങ്ങനെ എത്തുന്നത്. അപ്പോൾ പല രൂപത്തിൽ പാകിസ്ഥാനൊക്കെ അടിപൊളി സെറ്റപ്പിലാട്ടോ പള്ളി പോകുന്നത്. നോക്കിയോളിയേ കണ്ടോ, കോട്ട് സൂട്ട് കണ്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നത് എന്താ പറയുക, എടുത്തൂട് പാകിസ്ഥാനി കണ്ടോ. ബേക്കിൽ നിൽക്കുന്ന പാകിസ്ഥാനി ഉണ്ടല്ലോ, അതാ അച്ചങ്ങായി ഓനെയും കൂട്ടാനാ പറയുന്നോനെ. അപ്പോൾ ഇനി ഏതായാലും പള്ളിക്ക് പോകാനുള്ള ടൈം ആയിരിക്കും. ഇനി പള്ളിയിൽ പോകുമ്പോഴുള്ള പിന്നെന്താ ആൾക്കാരെ വേഷങ്ങളും കാര്യങ്ങളും ഇവിടെ എങ്ങനെയാണ് ആൾക്കാർ ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, കുറേ ടൈമായി. അപ്പോൾ നമ്മളും പള്ളിക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ പാലക്കാട് പട്ടേ ഞാൻ എൻ്റെ പുറം പണിയെടുക്കുന്ന ആൾക്കാരെ കാണിച്ചു തരാം ഗൈസ്. ഇത് പാലക്കാട് പട്ടറാണ്. മുന്നേ പോകുന്നത് ഇത് വടകര ആളാണ്, വില്യാപ്പള്ളിക്കാരനാണ്. അപ്പം നമ്മളെപ്പുറം പണിയെടുക്കുന്ന ആളാണ്. ഓക്കെ, ഈ പള്ളിക്കാട്ട് നമ്മൾ പോകുന്നത്. ഞാൻ പള്ളിക്ക് എത്താനായിട്ടുണ്ട്. പാലക്കാട് രാവിലെ തന്നെ ഷൂ കെട്ടാൻ അറിയാണ്ട് എന്തോ കളിക്കുന്നുണ്ട്. ആ ലേസൊക്കെ നോക്കിയേ. वालेकुम सलाम, ईद मुबारक. इस्माइल का ईद मुबारक. ഗൈസ് ഇത് പള്ളി കഴിഞ്ഞിട്ടുള്ള കാഴ്ചാട്ടോ ഗൈസ്. ഇത് പരസ്പരം എന്താ പറയുക, സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച്
ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെന്താ ഇനി നമുക്ക് ബഹ്റൈനിൽ കുറച്ച് ഫാമിലികളുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വൈഫ് വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം. സോ ഇനി അങ്ങോട്ട് പോയിട്ട് ഒരു ഫുഡ് അടി, ഇനി അങ്ങോട്ടേക്കുള്ള യാത്ര. അപ്പം നമ്മൾ ഈ ബസ്സിലാണ് അങ്ങോട്ട് പോകുന്നത്. ബസ്സാണ് എളുപ്പം. ടാക്സി വിളിച്ച് പോകുന്നതിനെക്കാട്ടും ഏറ്റവും എത്രയോ ബെറ്ററാണ്. 300 ഫീസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ എത്തും. പക്ഷേ ഇനി അവിടെ എത്തിയിട്ട് അടുത്ത വിശേഷങ്ങളും ഈ വീഡിയോയിൽ തന്നെ. എൻ്റെ ഫ്രണ്ട്സും ഇവിടെ ഉണ്ട്, കസിൻസ് ഉണ്ട്. സോ അവരെപ്പരം പുറത്ത് പോകുന്ന വീഡിയോസും എല്ലാ വീഡിയോസും ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറന്നു പോയി. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ ഏറ്റവും വലിയ ബലം. വീഡിയോ കാണുന്നതുകൊണ്ടുള്ള ഉപകാരം എത്ര എന്താ പറയുക, എത്ര ഏതൊക്കെ സ്ഥലത്ത് എത്ര ചീപ്പായിട്ട് പോയി വരാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മളൊരു ലോ ക്ലാസ് ആളാണ്. അപ്പോൾ നമ്മളെ രീതിയിൽ എല്ലായിടത്തും പോയി വരുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ കാണുന്നത് കൊണ്ട് പറയാനുള്ള ആൾക്കാർക്ക് ഗുണമുണ്ടാവും. ഗുണമില്ലാത്തൊരു വീഡിയോ നമ്മൾ ചെയ്യൂല. സോ ഗായ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ബസ് കയറാൻ വേണ്ടി പോകുന്നതാണ്. ബസ് സ്റ്റോപ്പ് ഈ കാണുന്നതാണ്. റെഡ് ബോർഡ് എഴുതിയതാട്ടോ, കണ്ടില്ലേ? ആറാത്. അപ്പോൾ ഇനി എപ്പോഴാണ് ബസ് വരികയെന്ന് പറയാൻ പറ്റില്ല. 11 മണി ആയിരിക്കുന്നത്. 11 മണിൻ്റെ ബസ് ചിലപ്പോൾ 11:15 ഒക്കെ ആവും. അത് ബസ് കയറണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് യാത്രയുണ്ട്. അവിടെ എത്തിയിട്ട് മെയിനായിട്ട് നമുക്ക് ഫുഡ് ഗായ്സ്, ബസ്സൊന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞ് പിന്നെ പുറത്തെത്തിയിട്ടുണ്ട്. എച്ചാതി തിരക്കാൻ വരുന്ന ആളെ. ഇനി നമ്മളെ ലക്ഷ്യം റൂം, അതായത് എൻ്റെ അമ്മായിൻ്റെ റൂമിലേക്ക്. ബിരിയാണി ഉണ്ടോ എന്താ സ്പെഷ്യൽ എന്ന് അറിയണ്ടേ. ശരിക്കും വേറെ കേട്ടോ. പക്ഷെ ബേക്കത്തെ അവിടെ സീറ്റിൽ ഇരുന്നിട്ട് എ സി ഉണ്ട്. പക്ഷേ ബേക്കിലേക്ക് AC കിട്ടുന്നില്ല. വേറെ ബസ്സിൽ കയറിയിട്ട് നല്ല അടിപൊളി തിരക്ക്. ഇനി വരുന്നാൾ ബസ് കയറുമല്ലോ ഇവിടെ. ഹലോ. സോ ഗൈസ്, റൂമിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇനി എന്തോ ഉണ്ടോയെന്ന് ഉള്ള കയറി നോക്കണം അറിയണമെങ്കിൽ. ബിരിയാണിയാണ് തരീന. ആദ്യം അടുക്കളയിൽ പോയി നോക്കട്ടെ, അല്ലെങ്കിൽ അടിയോടാ. നെയ്ച്ചോറ് ഉടായിപ്പ് ഗൈസ്, പറ്റിച്ച് ഗൈസ്. അടുപ്പത്തുണ്ട് ഗൈസ്, അടുപ്പത്തുണ്ട്. ഇനി ഇതാവണം. ഇതാവുന്നത് നമുക്ക് റെസ്റ്റ് എടുക്കണം. ഇനി തൽക്കാലം പോയിട്ട് ചോറായിട്ടുണ്ട്. ചോറ് എടുത്തുണ്ടോ? ഇനി തൽക്കാലം പോയി ചോറെടുത്തുണ്ടോ? പാൻറ്. നമ്മുടെ കയ്യിൽ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ബിരിയാണി കിട്ടിയിട്ടുണ്ട്. അതിന് ക്യാമറയുടെ ഉള്ളിൽ കയറി നിൽക്കല്ലേ, അങ്ങോട്ട് നിന്നും കാഞ്ഞ് പറയും. ഇതാ ബിരിയാണി ഉണ്ടാക്കിയൊരു വ്യക്തിയാണ്. ഇതാ എൻ്റെ സ്വന്തം അമ്മായി. വലിയ കോഴി കഷ്ണമൊക്കെ ഇട്ടിരിക്കുന്നു ഗൈസ്. ഇറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ബേക്കിലുള്ള കണ്ണടയാണ് ബിരിയാണി ഉണ്ടാക്കിയത്. അൽസറീന. നല്ല ഇരുന്നോ? അപ്പൊ ചോറ് ദമ്മിട്ടിട്ട് കൈ കെട്ടിയിട്ടുണ്ട്. ഇത് സ്പെഷ്യൽ മേക്കിംഗ് സെറീന. സെറീന ഇങ്ങോട്ടൊക്കെ ഞാൻ തിന്നട്ടെ. ഇനി പീസ് രസം നോക്കട്ടെ. പീസ് കുറച്ച് മേക്കോട്ട് ബിരിയാണി കുറ്റം പറയരുത്. കൊറേ കാലായില്ലേ ബിരിയാണി വെക്കുന്നത്. നമ്മക്കിത് ബെസ്റ്റാ. കാരണം നമ്മൾ ഇവിടുത്തെ ഹോട്ടലത്തെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരല്ലേ. വളരെ കൈ കൊണ്ടുള്ള ഫുഡാകുമ്പോ രസാണ്, അടിപൊളിയാ. അപ്പോ ഗൈസ്
നമ്മളൊരു ചെറിയൊരു ഈദ് വ്ലോഗ് ഈ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഔട്ടിങ് പിന്നെ അതുപോലെ ബഹ്റൈനിൽ കുറച്ച് സ്ഥലങ്ങൾ കറങ്ങുന്ന വീഡിയോകളായിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ.